നമസ്കാരം ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു മാക് OSൽ നിന്നും ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ അൺഇൻസ്റ്റാൾ അഥവാ റിമൂവ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിനായി നമ്മൾ ആപ്ലിക്കേഷൻ റിമൂവ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻസ് നമ്മൾ ആദ്യം ഫൈൻഡ് ചെയ്യണമല്ലോ. അത് നമുക്ക് രണ്ട് രീതിയിൽ ഫൈൻഡ് ചെയ്യാം. ഒന്നുകിൽ ഫൈൻഡർ വഴി നമ്മൾ ഫൈൻഡർ ഓപ്പൺ ചെയ്യാം. അവിടെ നമുക്ക് ആപ്ലിക്കേഷൻസ് കാണാൻ പറ്റും. ആപ്ലിക്കേഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഏതെല്ലാം ആപ്ലിക്കേഷൻസ് ആണോ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അതെല്ലാം ഇവിടെ ലിസ്റ്റായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു ചോയ്സ് ഉള്ളത്, നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗോ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻസ് ഇവിടെയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻസ് ലിസ്റ്റ് എല്ലാം കാണാൻ പറ്റും. അതിൽ നിന്ന് നമ്മൾ ഏത് ആപ്ലിക്കേഷനാണോ അൺഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ചൂസ് ചെയ്യാം. അത് നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിനായി ഞാനിവിടെ അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ കാണിക്കാൻ പോകുന്നത് VLC എന്ന് പറയുന്ന ഈ ഒരു മീഡിയ പ്ലെയർ സോഫ്റ്റ്വെയർ ആണ്. അത് നമുക്ക് എങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യാം എന്ന് നോക്കാം. ആദ്യമേ ഇവിടെ VLC എന്ന് സെർച്ച് ചെയ്യാം. VLC സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ രണ്ട് ഫയൽ കാണാം, ഒരു സോഫ്റ്റ്വെയർ ഫയൽ, ഒരു ഇൻസ്റ്റലേഷൻ ഫയൽ. ഇതിപ്പോൾ നമ്മൾ ഇതിൽ നിന്നും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം ഫയൽസിൽ നിന്നും ഈ VLC പ്ലെയറിൻ്റെ ഫയൽസ് ഡിലീറ്റ് ആകണം എന്നില്ല. അതിനായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ ഈ കോളത്തിൽ പോയിട്ട് അതേഴ്സ്, അവിടെ നിന്നും സിസ്റ്റം ഫയൽസ് സെലക്ട് ചെയ്ത് കൊടുക്കും. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ ആഡ് ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് തന്നെ സിസ്റ്റം ഫയൽസ് സെലക്ട് ചെയ്യാം. അതുപോലെ ആർ നോട്ട് ഇൻക്ലൂഡഡ് മാറ്റിയിട്ട് ആർ ഇൻക്ലൂഡഡ് എന്ന് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ഏതെങ്കിലും സിസ്റ്റം ഫയൽസ് ഇൻക്ലൂഡഡ് ആണെങ്കിൽ ഈ ലിസ്റ്റ് ഇവിടെ കാണിക്കും. ഇതിപ്പോൾ VLCയിൽ നമ്മൾ സിസ്റ്റം ഫയൽസ് ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. സോ നമ്മളിപ്പോൾ അതിനായിട്ട് ഇത് ഡിലീറ്റ് സെലക്ട് ചെയ്യുക, നേരെ ഡ്രാഗ് ചെയ്ത് നമ്മുടെ ട്രാഷ് ബിന്നിലേക്ക് ഇടുക. ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഈ മാക് OSൽ നിന്നും അൺഇൻസ്റ്റാൾ ആയി. ഇനി അത് വെരിഫൈ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ആപ്ലിക്കേഷൻസിൽ പോവാം. അവിടെ ചെക്ക് ചെയ്യാം. അവിടെ VLC എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. വീണ്ടും VLC സിസ്റ്റം ഫയൽസ് നമുക്ക് നോക്കാം. അതിൻ്റെ എന്തെങ്കിലും ഫയൽസ് ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഒന്നും തന്നെ കാണാനില്ല. അതായത് നമ്മുടെ മാക് OSൽ നിന്നും VLC എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ പൂർണ്ണമായിട്ടും ഡിലീറ്റ് ആയി. വീണ്ടും അത് ട്രാഷ് ബില്ലിലുണ്ടാവും. അത് നമ്മളത് ട്രാഷ് ഓപ്പൺ ചെയ്തിട്ട് ട്രാഷിൽ നിന്നും റിമൂവ് ചെയ്യാവുന്നതാണ്, empty ട്രാഷ്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഒരു